നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്താൻ ധാരണ. 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ മക്കയിൽ വെച്ച് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സാങ്കേതിക വിദ്യ, സംയുക്ത സൈനിക പരിശീലനം, സുരക്ഷാ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കും. കുവൈറ്റിൽ സന്ദർശന വിസകൾ താമസ വിസയിലേക്ക് മാറ്റുന്നതിനുള്ള അനുമതി എല്ലാ പ്രവാസികൾക്കും ലഭ്യമല്ലെന്ന് റിപ്പോർട്ട്. എല്ലാ രാജ്യക്കാരും തീരുമാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല. വിസ മാറ്റത്തിന് നിശ്ചിത മാനദണ്ഡങ്ങൾക്കൊപ്പം മന്ത്രാലയത്തിന്റെ അംഗീകാരവും നിർബന്ധം. രാജ്യത്ത് നിന്നും വിദേശത്തേക്ക് അയക്കുന്ന 3000 ദിനാറിന് മുകളിലുള്ള പണമിടപാടുകൾക്ക് ഇനി മുതൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കണം. യുഎഇയിൽ ചെറുകിട സംരംഭങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി ഇളവ് നീട്ടി. 2029 ഡിസംബർ 31 വരെ തുടരും. 30 ലക്ഷം ദിർഹം വരെ വാർഷിക വരുമാനമുള്ള കമ്പനികൾ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല. ദുബായിൽ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ ഇനി കൂടുതൽ ഡിജിറ്റലാകും. അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രം ഒപ്പുവച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി CBIയുടെ കുറ്റപത്രം. ചോദ്യപേപ്പർ പരിഭാഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയ വൻ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടുപോയി. ദേഹപരിശോധനയിലും വീഴ്ചയെന്ന് കണ്ടെത്തൽ. മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടിൽ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ സ്കൂളിൽ വെടിവയ്പ്. 9ാം ക്ലാസ്സുകാരൻ നടത്തിയ വെടിവയ്പിൽ 5 അധ്യാപകർ അടക്കം 7 പേർ കൊല്ലപ്പെട്ടു. 15-ലേറെ പേർക്ക് പരിക്ക്. അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെയും കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി ഓഗസ്റ്റ് 10 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴ തുടരുകയാണ്. പെരിങ്ങത്തൂരിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പുത്തൻമഠത്തിൽ ശോഭയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ മലയോര മേഖലയിലും തീരപ്രദേശത്തുമാണ് മഴ ശക്തമായി തുടരുന്നത്. താബോറിൽ വീണ്ടും ഉരുൾപൊട്ടിയതോടെ പ്രദേശത്ത് നിന്ന് 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പാൽച്ചുരം വഴിയുള്ള രാത്രികാല ഗതാഗത നിരോധനം തുടരുകയാണ്. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 50 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മലവെള്ളപ്പാച്ചിലിൽ വലിയ നാശനഷ്ടം നേരിട്ട ഈരാറ്റുപേട്ടയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷവും പ്രവർത്തന സജ്ജമായിട്ടില്ല. വെള്ളം കയറി ഉപയോഗശൂന്യമായ വസ്തുക്കൾ നീക്കം ചെയ്ത് പുതിയ സ്റ്റോക്ക് എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികൾ പലരും. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായത്. രാത്രിയിൽ ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിനടിയിലായി. മണിക്കൂറുകൾക്കകം വെള്ളക്കെട്ട് മാറിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടമുണ്ടായി. പച്ചക്കറി, പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി നിരവധി കടകളിലെ കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്കും നശിച്ചു. വെള്ളപ്പൊക്കമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇനിയും പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഒരു 75 മുതൽ 85 വരെ ലക്ഷം വരും. നമുക്ക് സ്റ്റോക്ക് ഒരു 120-നുണ്ടായിരുന്നു. 1,20 ലക്ഷം രൂപയൊക്കെ സ്റ്റോക്കായിരുന്നു. അതിലിപ്പോൾ ഒരു കുറച്ചെല്ലാം ആൾ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ വേസ്റ്റായി പോകുമായിരുന്നു. ഇനി മാറ്റാൻ ഇപ്പോൾ ഇത് നമ്മൾ ഈ സ്മെല്ലാകും, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാകും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റുന്നതിന് ഇപ്പോൾ ഒരാഴ്ചയായി ഞങ്ങൾ വെള്ളം കയറിൻ്റെ പിറ്റേന്ന് പോലെ മാറ്റാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ഇത് ക്ലീൻ ആയിട്ടില്ല. സ്റ്റോക്ക് നശിച്ചത് മൂലമുള്ള നാശനഷ്ടത്തിനും പുറമെയാണ് ഉപയോഗശൂന്യമായവ നീക്കം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവും. ഇത് വേസ്റ്റ് എടുക്കുന്നവർ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. കുറേ പറമ്പിൽ വെളിയിൽ കൊണ്ട് തള്ളിക്കളയും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴിച്ചും കൂടെ ഒരുപാട് പേര് വെച്ച് ഇപ്പോൾ തന്നെ ഒരു 15 സ്റ്റാഫുണ്ട് ഡെയിലി. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് 15 സ്റ്റാഫ് ഇങ്ങനെ റെഗുലറായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ
ഇത്രയെങ്കിലും ആകാൻ പറ്റിയത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു 1-ാം തീയതി പുലർച്ചെയുണ്ടായ വെള്ളപ്പൊക്കം. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ മുമ്പെങ്കും ഇത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി. ഓരോ ബിൽഡിങ്ങും ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ എടുത്തിട്ടാണ് പണിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ് കഴിഞ്ഞ തവണത്തെ വെള്ളം കയറിയിലും 8 അടി പൊക്കത്തിലാണ് പണിതത്. പക്ഷേ അവിടെ ഇത്തവണ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം വെള്ളം കയറി മുഴുവൻ സാധനങ്ങളും സാമഗ്രികളും നഷ്ടമായി. ഉപയോഗശൂന്യമായ ചരക്ക് നീക്കം ചെയ്തും പുതിയ സ്റ്റോക്ക് എത്തിച്ചും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ ഇനിയും സമയം വേണ്ടിവരും. അതേസമയം വെള്ളക്കെട്ട് ഒഴിയാതെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ദുരിതം തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിലും കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഇതുമൂലം 13,000-ഓളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. വെള്ളക്കെട്ട് തുടരുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. അമൃത ന്യൂസ്, കോട്ടയം. രാജ്യതലസ്ഥാനത്തും കനത്ത മഴയാണ്. ഡൽഹിയിൽ റെഡ് അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെയും ബാധിച്ചു. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. മണിക്കൂറുകളായി നിർത്താതെ പെയ്ത കനത്ത മഴയിൽ ഡൽഹിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മെഹ്റൌളി, ബദർപൂർ, ദൗളാഖാൻ വിമാനത്താവളം, ഗുരുഗ്രാം മേഖലകളിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യമുനാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. പ്രതികൂല കാലാവസ്ഥ റെയിൽ, വ്യോമ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ യാത്ര പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രുദ്രപ്രയാഗ്, ചമോലി, ഉത്തരകാശി മേഖലകളിലാണ് മഴക്കെടുതി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് 3 ഇടങ്ങളിലായി മത്സ്യത്തൊഴിലാളികളെ കാണാതായി. 8 ദിവസം പിന്നിട്ടിട്ടും ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തികഞ്ഞ അനാസ്ഥയാണ്. പ്രളയ ദുരന്ത മേഖലകളിൽ യുവജന സംഘടനകളെ ഉൾപ്പെടെ സഹകരിപ്പിച്ച് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയില്ല എന്നാണ് ജിജുവിനോട് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് പേരിന് പിടുത്തില്ല. പക്ഷേ ഒരാളും ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഒരാളെ കാണാനും പോയിട്ടില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചുതെങ്കിലും പോയിട്ടില്ല. ഇവിടെ വിഴിഞ്ഞത്ത് പോയിട്ടില്ല. നീണ്ടകര പോയിട്ടില്ല. ഒരു കാര്യവും ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് കയറാൻ പറ്റില്ല, കടൽ തീരത്തേക്ക് പോകാനേ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ കടൽ തീരത്തല്ലേ പോയിട്ട് വന്നത്. പോകാനേ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ എന്താ ചെയ്യും? ഇതുപോലെ അപകടകരമായ സാഹചര്യം വരുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ചേർന്ന് മുമ്പോട്ടേക്ക് പോകില്ലേ വേണ്ടേ? കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. മകനെ കണ്ടെത്താനാകാത്തതിൽ അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയത്. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാന തടസ്സമാകുന്നതെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. മകനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിലപിക്കുന്ന ഒരമ്മ. 8 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ട് മകനും ഭർത്താവും അച്ഛനും ഉൾപ്പെടെ രേഷ്മയുടെ കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ടത്. ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മൃതദേഹങ്ങൾ ലഭിച്ചെങ്കിലും മകൻ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ കണ്ടെത്തി തരാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ മോനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം 8ാമത്തെ ദിവസം, ഇന്ന് 8ാമത്തെ ദിവസം എനിക്ക് 1 നഷ്ടമാണ്. 3 നഷ്ടത്തിൻ്റെ പുറത്തിരുന്നും കൊണ്ട് ഞാൻ മകനെ കണ്ടുകിട്ടാത്തതിൽ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധമുയർത്തി. തെരച്ചിൽ കാര്യക്ഷമമാക്കണമെന്ന രേഷ്മയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇന്ന് വിദഗ്ധ സംഘമെത്തി തെരച്ചിൽ ആരംഭിച്ചത്. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ എല്ലാ ദിവസവും തെരച്ചിൽ നടന്നിരുന്നുവെന്നും പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട് എന്നും ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. പക്ഷെ അന്ന് മുതൽ ഇതിൻ്റെ സെർച്ച് നടക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ചെയ്തതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇന്നിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സെർച്ച് വേണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടത്. അതിന്ന് ചെയ്യുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം തന്നെ സ്കൂബ ഡൈവിങ്ങിന് ആൾക്കാരെ ആവശ്യപ്പെട്ടു.
അത് നേവിയുടെ വരുന്നതിന് കാലതാമസമുണ്ടെന്ന് കണ്ടുകൊണ്ട് വിഴിഞ്ഞത്തുനിന്ന് കോവളത്തുനിന്ന് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചു. അവർ കടലിൽ ഇറങ്ങി ആ ബോട്ടിൻ്റെ വലയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്ക് തുനിഞ്ഞു. പക്ഷെ അവർ പോലും കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടും വിസിബിലിറ്റി സീറോ ആയതുകൊണ്ടും അവർക്ക് ഓപ്പറേഷൻ ഈ പശ്ചാത്തലത്തിൽ തുടരാൻ സാധിക്കത്തില്ല എന്നാണ് അന്ന് അറിയിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധം നടത്തി. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരു കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. പാണക്കാട് മണ്ണിടിച്ചിലിന് കാരണം അനധികൃതമായി പാറ പൊട്ടിച്ചതുകൊണ്ടാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സംഭവത്തിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടൈപ്പാലത്ത് അനധികൃതമായാണ് പാറ പൊട്ടിച്ചതെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണെടുപ്പിന് നഗരസഭ കൊടുത്ത അനുമതിയുടെ മറവിൽ ആരും അറിയാതെയാണ് സ്ഥലമുടമ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്. പാറ പൊട്ടിച്ചതിന്റെ പ്രതിഫലനമാകും തൊട്ടടുത്ത് മണ്ണിടിച്ചിലിന് കാരണം. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവം ജിയോളജി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇനി പൊട്ടിച്ചാൽ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തി എന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡും ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. അതുകൊണ്ടാണ് മലപ്പുറം ജിയോളജിസ്റ്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. പാറ പൊട്ടിച്ചതിനെതിരെ സ്ഥലമുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇനി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ, പോലീസ് മേധാവി, റവന്യൂ, ജിയോളജിസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പം മണ്ണിടിഞ്ഞ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അമൃത ന്യൂസ്, മലപ്പുറം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ തുറക്കും. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടുമെന്നാണ് മുന്നറിയിപ്പ്. മന്ത്രി CTR നിർമ്മൽകുമാർ ചടങ്ങിൽ പങ്കെടുക്കും. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്കായിട്ടാണ് വെള്ളം ലഭ്യമാക്കുന്നത്. സാധാരണ ജൂൺ 1 ഷട്ടർ തുറക്കുക. ഇത്തവണ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് 2 മാസത്തിലധികം വൈകിയത്. TVK സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ മന്ത്രിതല സന്ദർശനമാണ് ഇത്. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കണ്ണൂർ കളക്ടർ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഫ്രീസർ സൗകര്യമുള്ള സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പണം തടസ്സമായിരുന്നില്ല. ADMന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് പറഞ്ഞു. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ, സ്വത്തര നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നതാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സംഭവങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം ആശങ്കാജനകമെന്ന് ലത്തീൻ സഭ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശക്തവും കാര്യക്ഷമവുമായ രക്ഷാപ്രവർത്തന സംവിധാനം ഒരുക്കണമെന്ന് KRLCCയുടെ ഭാഗമായ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഏജൻസി ആവശ്യപ്പെട്ടു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര ദുരന്ത സൂചന ഉപകരണങ്ങളും സർക്കാർ സഹായത്തോടെ നിർബന്ധമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ശബരിമല നെയ്ക്രമക്കേടിൽ അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും പ്രവർത്തിച്ചതായി വിജിലൻസ് FIRൽ പരാമർശം. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ ഇരുവരും ചേർന്ന് അനുമതി നൽകിയെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIRലെ കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ കുങ്കുമരാജ് ഡയറി ലിറ്ററിന് 369 രൂപയുടെയും കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എന്റർപ്രൈസസ് ലിറ്ററിന് 375 രൂപയുടെയും ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ പ്രശാന്തും അജികുമാറും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുവാദം നൽകുകയായിരുന്നു. ലിറ്ററിന് 510 രൂപയ്ക്കാണ് മിൽമയ്ക്ക് കരാർ നൽകിയത്. 1,61,535 ലിറ്റർ നെയ്യാണ് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ മിൽമയിൽ നിന്നും വാങ്ങിയത്. ഇതിലൂടെ ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. മൂന്നാം പ്രതി മുരാരി ബാബു ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ബാച്ച് അരവണ ഉണ്ടാക്കുന്നതിനായി പതിവായി ഉപയോഗിച്ചിരുന്ന 10 ലിറ്റർ നെയ്യ്ക്ക് പകരം 7 ലിറ്റർ മിൽമ നെയ്യ് മാത്രം മതിയാകുമെന്ന റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചതായും ആരോപണമുണ്ട്. പ്രതികൾക്കെതിരെ BNS പ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമുള്ള
അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗമായിരുന്ന അജികുമാർ, മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെ പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിർണായക തീരുമാനങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ നെയ്യ് ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ശബരിമലയിലെ ക്രമക്കേടിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ചില സൂചനകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം. റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരുടെ പങ്ക്, വില വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും തുടരന്വേഷണം വേണമെന്ന് ആ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മറ്റന്വേഷണത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അന്വേഷിച്ച് ബാക്കി പങ്കാളിത്തം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് വീണ്ടും വിശദമായി തുടരന്വേഷണത്തിന് ഞങ്ങളുടെ വിജിലൻസിനെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് നെയ്യ് പുറത്തുനിന്നും വാങ്ങേണ്ടതില്ല എന്ന തീരുമാനം ഇത്തവണത്തെ ബോർഡ് യോഗത്തിലും ചർച്ച ചെയ്ത് തീർപ്പാക്കി. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് സന്നിധാനത്ത് തന്നെ പരിശോധിക്കാൻ സംവിധാനം ഒരുക്കും. ശബരിമലയിലെ ടെൻഡർ രീതികൾ വിശദമായി പരിശോധിച്ച ബോർഡ് കുത്തക പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കും തീരുമാനമെടുത്തു. ആളുകൾ ഫിസിക്കലായിട്ട് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ വരണ്ട, ഈ ടെൻഡർ കം ഈ ഓപ്ഷൻ എന്നൊരു രീതിയിലേക്ക് നമ്മൾ പോവാണ്. അതിന് നമ്മുടെ IT മിഷനുമൊക്കെ നമ്മളെ സഹായിക്കും. നമ്മൾ ചർച്ചകളൊക്കെ നടത്തി പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 4 പേരടങ്ങുന്ന സംഘമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. ഈ മാസം 10-ന് ശബരിമല ഉന്നതാധികാര സമിതി യോഗം ചേരും. അതേ ദിവസം തന്നെ ദേവസ്വം ബോർഡ് യോഗം ചേരാനുമാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ സന്ദർശന വിസകൾ താമസ വിസയിലേക്ക് മാറ്റുന്നതിന് പ്രഖ്യാപിച്ച അനുമതി എല്ലാ പ്രവാസികൾക്കും ലഭ്യമല്ല എന്നും എല്ലാ രാജ്യക്കാരും തീരുമാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല എന്നും റിപ്പോർട്ട്. സന്ദർശന വിസകൾ ആർട്ടിക്കിൾ 17 ആയ സർക്കാർ വിസ, ആർട്ടിക്കിൾ 18 ആയ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിസ, ആർട്ടിക്കിൾ 20 ആയ ഗാർഹിക തൊഴിലാളി വിസ, ആർട്ടിക്കിൾ 22 ആയ കുടുംബ ആശ്രിത വിസ എന്നിവയിലേക്ക് മാറ്റുന്നതിന് നിലവിലുള്ള നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുകയും മന്ത്രാലയത്തിൻ്റെ അംഗീകാരം നേടുകയും വേണം. കൂടാതെ ചില വിഭാഗങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉന്നതരുടെ അനുമതിയും ആവശ്യമാണ്. പുതിയ തീരുമാനം എല്ലാവർക്കും ബാധകമാണെന്ന് തെറ്റിദ്ധരിച്ച് കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലെ താമസകാര്യ വകുപ്പുകളിലേക്ക് നിരവധി പ്രവാസികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാൻ എത്തിയതെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 100 കണക്കിന് അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. സന്ദർശന വിസകൾ കുടുംബ വിസയിലേക്ക് മാറ്റുന്നത് 2 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. നിലവിൽ 800 ദിനാർ പ്രതിമാസ ശമ്പളം ഉള്ളവരാണ് ആദ്യത്തേത്. ഇവർക്ക് ഭാര്യയെയും 21 വയസ്സിന് താഴെയുള്ള പെൺമക്കളെയും 18 വയസ്സിന് താഴെയുള്ള ആൺമക്കളെയും സന്ദർശന വിസയിൽ രാജ്യത്ത് കൊണ്ടുവന്ന ശേഷം വിസ ഫീസിന് പുറമെ 150 ദിനാർ അധിക ഫീസും ആരോഗ്യ ഇൻഷുറൻസ് ഫീസും അടച്ച ശേഷം കുടുംബ വിസകളിലേക്ക് മാറാൻ അനുമതി ലഭിക്കും. നിലവിൽ കുടുംബ വിസയിൽ രാജ്യത്ത് കഴിയുന്ന ഭർത്താവിന് 800 ദിനാറിൽ താഴെ ശമ്പളം ഉള്ള ദമ്പതികളാണ് രണ്ടാമത്തെ വിഭാഗം. ഇവർക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സന്ദർശന വിസയിൽ കൊണ്ടുവന്ന ശേഷം ഫീസുകൾ അടച്ച് കുടുംബ വിസയിലേക്ക് മാറാൻ അനുമതി ലഭിക്കും. അതേപോലെ 1 വർഷത്തിനുള്ളിൽ കാലഹരണപ്പെട്ട താമസ രേഖയുള്ളവരും നേരത്തെ കുവൈത്തിൽ കഴിഞ്ഞവരുമായ ഭാര്യമാരെ സന്ദർശന വിസയിൽ കൊണ്ടുവന്ന ശേഷം മതിയായ ഫീസുകൾ അടച്ച് കുടുംബ വിസയിലേക്ക് മാറാൻ ഭർത്താക്കന്മാർക്ക് അനുമതി ലഭിക്കും. ഇതിന് താമസകാര്യ വിഭാഗത്തിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. കുടുംബ സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ആർട്ടിക്കിൾ 18 വിസയിലേക്ക് മാറാൻ അനുമതി നൽകുന്നതല്ല. ബിസിനസ് സന്ദർശന വിസയിൽ എത്തുന്ന സാങ്കേതിക വിദഗ്ധരായ ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികൾക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് വിസ മാറ്റം അനുവദിക്കും. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിൽ നിന്നും വിദേശത്തേക്ക് അയക്കുന്ന 3000 ദിനാറിന് മുകളിലുള്ള പണമിടപാടുകൾക്ക് ഇനി മുതൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണം. കുവൈറ്റ് സെൻട്രൽ ബാങ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യത്തെ എക്സ്ചേഞ്ച് കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം. വിദേശ പണമയക്കലുകൾ നടത്തുന്ന ഉപഭോക്താക്കൾ എക്സ്ചേഞ്ചുകളിൽ കുറഞ്ഞത് കഴിഞ്ഞ 2 മാസത്തെ ബാങ്ക് അക്കൗണ്ടുകൾ ഇടപാടുകളുടെ വിവരങ്ങൾ സമർപ്പിക്കണം. നേരത്തെ ഉയർന്ന തുകയിലുള്ള ഇടപാടുകൾക്ക് മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നത്. സൗദിയുടെ തെക്കൻ അതിർത്തി മേഖലയായ നജ്റാനിൽ ഹൂതി ആക്രമണത്തിൽ 11 സിവിലിയന്മാർക്ക് പരിക്കേറ്റതായി യമനിലെ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന അറിയിച്ചു. പരിക്കേറ്റവരിൽ 7 സൗദി പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്നും ഇതിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയുമുണ്ടെന്നും മേജർ ജനറൽ അൽ മാലിക്കി
വ്യക്തമാക്കി. കൂടാതെ ഒരു യമൻ നിവാസിക്കും 2 ഈജിപ്ഷ്യൻ നിവാസികൾക്കും 1 പാകിസ്ഥാൻ നിവാസികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണങ്ങളെന്ന് സഖ്യസേന വിശേഷിപ്പിച്ചു. മക്കയിലെ അൽസഫ കൊട്ടാരത്തിൽ വെച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വെള്ളിയാഴ്ച മക്കയിൽ വെച്ച് മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതായി സൗദി പ്രസ് ഏജൻസി അറിയിച്ചു. പ്രതിരോധ സാങ്കേതികവിദ്യ, സംയുക്ത സൈനിക പരിശീലനം, സുരക്ഷാ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുവാനും ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നു. ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ സായുധ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് വ്യവസ്ഥ ചെയ്യുന്നു. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവ തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും വികസിപ്പിക്കുന്നതിനും ഈ കരാറിന്റെ ഭാഗമാണ്. നടുറോഡിൽ വാഹനങ്ങൾ നിർത്തുന്നത് മൂലമുണ്ടാകുന്ന വിവിധ അപകടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അബുദാബി പോലീസ്. എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അപകടങ്ങളാണ് വീഡിയോയിലുള്ളത്. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. തിരക്കേറിയ റോഡിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് അബുദാബി പോലീസ് പുറത്തുവിട്ട വീഡിയോയിലുള്ളത്. വാഹനം തകരാറിലാവുമ്പോഴോ മറ്റടിയന്തര ഘട്ടങ്ങളിലോ റോഡിന് നടുവിൽ നിർത്തേണ്ടി വരുന്നത് ഗുരുതരമായ അപകടങ്ങളിലേക്ക് നയിക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും ഘട്ടത്തിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ റോഡരികിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രം നിർത്തണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. വാഹനം നീക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഉടൻ 999 എന്ന നമ്പറിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ വിളിച്ചറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ചില ഘട്ടങ്ങളിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗും ഇത്തരം സാഹചര്യങ്ങൾക്ക് കാരണമാവുന്നുണ്ടെന്നും വാഹനം ഓടിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതീവ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. അബുദാബി പോലീസ് ജനറൽ കമാൻഡ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കിയത്. അമൃത ന്യൂസ്, അബുദാബി. ദുബായിൽ തൊഴിലാളി ക്ഷേമ പദ്ധതികൾ ഇനി കൂടുതൽ ഡിജിറ്റലാവും. UAE ആസ്ഥാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രം ഒപ്പുവെച്ചു. തൊഴിലാളി കേന്ദ്രീകൃത പദ്ധതികൾക്ക് മികച്ച സാങ്കേതിക പിന്തുണ നൽകുവാനാണ് പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ദുബായിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ ഡിജിറ്റലാക്കുകയാണ് GDRFAയുടെ ലക്ഷ്യം. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനാണ് UAE ആസ്ഥാനമായുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രം ഒപ്പുവെച്ചത്. ദുബായ് GDRFA ലേബർ റിലേഷൻസ് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ ഓമർ മത്തർ അൽ മസീനയും അഡ്വാൻറ്റേജ് ടെക്നോളജി ഉടമ ഫൈസൽ അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ സറൂനിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ദുബായിയുടെ ഡിജിറ്റൽ പരിവർത്തന കാഴ്ചപ്പാടിന് കരുത്ത് പകരുന്നതിനും സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ശക്തമാക്കി സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ചുവടുവെപ്പ്. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, ആശയവിനിമയങ്ങൾ, മറ്റു സേവനങ്ങൾ എന്നിവ സുഗമമാക്കാനായി പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. ഇരു സ്ഥാപനങ്ങളും തമ്മിൽ മികച്ച പ്രവർത്തന രീതികളും കൈമാറുന്നതിനൊപ്പം തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനുമായി പ്രത്യേക പദ്ധതികളും നൂതന സാങ്കേതിക പരിഹാരങ്ങളും ആവിഷ്കരിക്കും. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ ചടുലവും സുസ്ഥിരവുമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള GDRFAയുടെ ദീർഘകാല പ്രതിബദ്ധതയുടെ സാക്ഷാത്കാരം കൂടിയാണ് ഈ ധാരണാപത്രം. അമൃത ന്യൂസ്, ദുബായ്. UAEയിൽ ചെറുകിട സംരംഭങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് ഇളവ് നീട്ടി. നികുതി ഇളവ് 2029 ഡിസംബർ 31 വരെ തുടരും. 30 ലക്ഷം ദിർഹം വരെ വാർഷിക വരുമാനമുള്ള കമ്പനികൾ കോർപ്പറേറ്റ് ടാക്സ് നൽകേണ്ടതില്ല. ദുബായിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ ഡിജിറ്റലാക്കുകയാണ് GDRFAയുടെ ലക്ഷ്യം. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനാണ് UAE ആസ്ഥാനമായുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രം ഒപ്പുവെച്ചത്. ദുബായ് GDRFA ലേബർ റിലേഷൻസ് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ ഓമർ മത്തർ അൽ മസീനയും അഡ്വാൻറ്റേജ് ടെക്നോളജി ഉടമ ഫൈസൽ അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ സറൂനിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ദുബായിയുടെ ഡിജിറ്റൽ പരിവർത്തന കാഴ്ചപ്പാടിന് കരുത്ത് പകരുന്നതിനും സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ശക്തമാക്കി സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ചുവടുവെപ്പ്. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, ആശയവിനിമയങ്ങൾ, മറ്റു സേവനങ്ങൾ എന്നിവ സുഗമമാക്കാനായി പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. ഇരു സ്ഥാപനങ്ങളും തമ്മിൽ മികച്ച പ്രവർത്തന രീതികളും കൈമാറുന്നതിനൊപ്പം
തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനുമായി പ്രത്യേക പദ്ധതികളും നൂതന സാങ്കേതിക പരിഹാരങ്ങളും ആവിഷ്കരിക്കും. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ ചടുലവും സുസ്ഥിരവുമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള GDRFയുടെ ദീർഘകാല പ്രതിബദ്ധതയുടെ സാക്ഷാത്കാരം കൂടിയാണ് ഈ ധാരണാപത്രം. അമൃത ന്യൂസ്, ദുബായ്. നബിദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27-ന് UAE-ൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ശമ്പളത്തോടെ ഉള്ള അവധിയായിരിക്കുമെന്ന് UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയായതിനാൽ ശനി, ഞായർ വാരാന്ത്യ അവധിയുള്ള ജീവനക്കാർക്ക് തുടർച്ചയായി 3 ദിവസത്തെ അവധി ലഭിക്കും. അബുദാബി യാസ് ദ്വീപിലെ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അബുദാബി പോലീസും അബുദാബി സിവിൽ ഡിഫൻസും ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കുകളോ മറ്റ് അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനങ്ങൾ ഔദ്യോഗിക ചാനലിൽ നിന്നുള്ള വാർത്തകൾ മാത്രം സ്വീകരിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ കണ്ടെത്തി CBI. തർജ്ജിമ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതി കൊണ്ടുപോയി. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിലെ വിദഗ്ധരാണ് ചോദ്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചതെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് ആരോപിച്ച് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ പേര് പറഞ്ഞ് സഭ തടസ്സപ്പെടുത്തുന്നുവെന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ല എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. FCRA ഭേദഗതി ബിൽ അടുത്ത ആഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് അമിത്ഷാ മറുപടി നൽകും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.